ദിയ, നീ ഫ്രീ ആണോടി? ആടി, എന്താ? എന്തു പറ്റി? നിന്റെ മോഹം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ചു ദിവസം കൊണ്ട് ശ്രദ്ധിക്കുക. എന്തു പറ്റി? വയ്യായ്ക വല്ലതും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. നിനക്കതൊക്കെ തോന്നുന്നതാ. നീ എന്നോട് കള്ളം പറയാൻ നിക്കണ്ട അഞ്ജു. നീ കാര്യം പറ, നിനക്ക് എന്താ പറ്റിയത്? കുറച്ചു ദിവസം കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താടി? എന്താണെങ്കിലും എന്നോട് പറ നീ. എടി, അത് പിന്നെ ദേവേട്ടന്റെ ശബ്ദം കേട്ടിട്ട് എത്ര നാളായിന്ന് നിനക്കറിയോ? എന്നോടിപ്പോ ദേവേട്ടൻ സംസാരിക്കാറില്ല. തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അതിന്റെ കാരണം എനിക്കറിയില്ല. എനിക്ക് തോന്നി ഇത് തന്നെയാവും കാരണമെന്ന്. എടി, അവന് തിരക്കായോണ്ടാവും വിളിക്കാത്തത്. ഒരു കമ്പനിയുടെ CEO എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. നമ്മളത് മനസ്സിലാക്കണ്ടേ? തിരക്ക് കുറയുമ്പോ അവൻ നിന്നെ വിളിക്കും. ഞാൻ എന്തായാലും ജീവ വിളിക്കുമ്പോ അവനോട് പറഞ്ഞേക്കാം, പോരെ? ഈ പറയുന്ന ജീവ തന്നെ എന്നെ 2 ദിവസത്തിലൊരിക്കലാ വിളിക്കുന്നത്. 2 ദിവസത്തിലൊരിക്കലെങ്കിലും നിന്നെ അവൻ വിളിക്കുന്നില്ലേ? എന്നാ ദേവേട്ടൻ എന്നെ വിളിച്ചിട്ട് 1 മാസത്തിൽ കൂടുതലായി. എനിക്കറിയാം പുള്ളിക്കാരനെ തിരക്കാണെന്ന്. ബട്ട് സൗണ്ട് കേൾക്കാതിരിക്കുമ്പോ എനിക്കെന്തോ വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിനെയാണ് മോളെ പ്രേമം അസ്ഥിക്ക് പിടിച്ചു എന്ന് പറയുന്നത്. ഒന്ന് പോടി, കളിയാക്കാതെ. മനുഷ്യൻ ഇവിടെ ആകെ വെന്തുരുകിയിരിക്കുമ്പോഴാ അവളുടെ ഒരു കളിയാക്കല്. ഉരുകിയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ദിയ, കളിയാക്കാതെ മിണ്ടാതിരിക്കേ. മോളെ ദിയ, ഒന്ന് കിച്ചണിലേക്ക് വന്നേ. ആമേ, ദാ വരുവാ. ഡി, ഞാൻ കിച്ചണിലേക്ക് പോവാ. നീ നിന്റെ ദേവേട്ടനെ ഓർത്തോണ്ട് ഇവിടെ ഇരുന്നോ? ഡി, നീ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. അയ്യോ, നമ്മളില്ലേ. ഞാൻ താഴെ പോവാ. May I come in, sir? Yes, come in. രോഹിത് താനായിരുന്നോ? ഇന്നത്തെ ഷെഡ്യൂൾസ് എന്തൊക്കെയാണ്? സർ, ഇന്ന് 10 മണിക്ക് CS കമ്പനി ആയിട്ടുള്ള കോൺട്രാക്ട് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സൈറ്റ് വിസിറ്റിങ്ങിനാണ് പോകാനുള്ളത്. ഓക്കെ. രോഹിത്, മിസ് വീണയെ ഞാൻ വിളിക്കുന്നു ഒന്ന് പറയൂ. ഓക്കെ സർ. വീണ തന്നെ സർ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ക്യാബിനിലേക്ക് പോകാനാ പറഞ്ഞത്. അയ്യോ, കൊല്ലാനാണോ അത് വളർത്താനാണോ വിളിക്കുന്നേ? പേടിക്കണ്ട, എന്തായാലും വളർത്താനല്ല. പിന്നെ ഇന്നലെ തന്നെ ആ ഫയലും കൂടെ കംപ്ലീറ്റ് ആക്കിയത് കൊണ്ടുപോ. മിക്കവാറും അത് ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. അയ്യോ ഈശ്വര, ഞാൻ പെട്ടു. ദൈവമേ, എന്നെ നീ കാത്തോണേ. മേ ഐ കം ഇൻ സർ? യെസ്. വീണ, ഇന്നലത്തെ ഫയല് കംപ്ലീറ്റ് ആക്കിയോ? അത് പിന്നെ സർ, കുറച്ചും കൂടെ ഉണ്ട് കംപ്ലീറ്റ് ആക്കാൻ. വാട്ട്? എനിക്ക് ഇന്ന് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ തന്നോട്? ഇത്രയും ഇറസ്പോൺസിബിലിറ്റി ആയിട്ടാണോ താൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ? സർ, അതിന്നലെ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അതാ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. വീണ, തന്റെ മുടന്ന ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ജോലിയോട് കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി കാണിക്ക്. കൃത്യമായി എല്ലാ മാസവും 10-ാം തീയതി സാലറി കൈ നീട്ടി വാങ്ങുന്നുണ്ടല്ലോ. അതിൽ നിന്ന് 10 രൂപ കുറഞ്ഞ അപ്പോഴേക്കും നിങ്ങൾ പലതരം ചോദ്യമായിട്ട് മുന്നിലേക്ക് വരാറുണ്ടല്ലോ. എന്താ, ഞാനിതൊന്നും കാണുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത അനുസരിച്ചിട്ടായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ സാലറി നിശ്ചയിക്കുന്നത്. എനിവേ വീണ, ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ. മൈൻഡ് ഇറ്റ്. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്യാബിൻ. സോറി സർ, ഞാനിനിയെല്ലാം നോക്കി ചെയ്തോളാം. നോക്കി ശ്രദ്ധിച്ച് ചെയ്താ തനിക്ക് തന്നെ കൊള്ളാം. പൊക്കോ. എന്താ ദേവയുടെ ക്യാബിനിൽ നിന്ന് ഇത്രയും വലിയ ബഹളം? ഇന്ന് വീണയാണ് ആ കടുവയുടെ മുന്നിൽ ഇരയായത്. പാവം കൊച്ച്, കടുവയുടെ വായിൽ പെട്ട് അതൊരു പരുവായി തന്നെയാ പോകുന്നത്. മേ ഐ കം ഇൻ? യെസ്. നീയോ? കേറി വാടാ. നീ എന്തിനാ ക്യാബിനിൽ കയറാൻ ഇങ്ങനെ പെർമിഷനൊക്കെ ചോദിക്കുന്നേ? ദേവാ, നീ ഇപ്പൊ ഒരു കമ്പനിയുടെ CEO ആണ്. സോ നിന്റെ ക്യാബിനിൽ കയറുമ്പോൾ ഞാൻ അതിൻ്റെതായ റെസ്പെക്ട് തന്നേ പറ്റൂ.
അതുകൊണ്ട് ആ റെസ്പെക്ട് ഞാൻ കാണിച്ചേ ഉള്ളൂ. ഇവന്റെ ഒരു കാര്യം. ജീവ, ഇന്നത്തെ മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലോ അല്ലേ? യെസ്, ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെറ്റാണ്. ഇനി ആ കറക്റ്റ് ടൈമിൽ നീ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. നീ ഓക്കെ പറഞ്ഞ ആ കാര്യത്തെ കുറിച്ച് ഓർത്ത് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും എനിക്കറിയാം. ദേവാ, നീ വീട്ടിലേക്ക് വിളിച്ചിട്ട് എത്ര നാളായടാ? അഞ്ജലിയാണെങ്കിൽ നിന്റെ സൗണ്ട് കേൾക്കാത്തതില് വല്ലാത്ത വിഷമത്തിലാണെന്ന് നീ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത്. എനിക്കറിയാം നീ തിരക്കിലാണെന്ന്, പക്ഷെ കുറച്ച് ടൈമെങ്കിലും അവൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ നോക്ക്. അവള് നല്ല വിഷമത്തിലാണ്. ജീവ, എനിക്കറിയാം. അവൾക്ക് മാത്രല്ല, എനിക്ക് നല്ല വിഷമമുണ്ട് അവളോട് സംസാരിക്കാൻ പറ്റാത്തതില്. പക്ഷെ നിനക്കറിയാവുന്നതല്ലേ ഇവിടുത്തെ തിരക്കുകള്. എന്റെ കണ്ണൊന്നും എത്താതിരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുമെന്ന് നീയും കാണുന്നതല്ലേ. ശരിക്കൊന്നും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും എനിക്കിപ്പോ സമയം കിട്ടാറില്ല. എന്തായാലും ഒരു സൺഡേ ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. എനിക്കും അഞ്ജുനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരി, എന്നാ നിന്റെ വർക്കൊക്കെ നടക്കട്ടെ. എനിക്കും കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പോവാടാ. ആടാ, ശരി. പിന്നെ ദേവാ, ഒരു കാര്യം, അഞ്ജലിയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞെന്ന് കരുതി മോൻ അഞ്ജലിയെ ദിവാസ്വപ്നം കണ്ടോണ്ട് ചെയ്യാനുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കല്ലേ. ഒന്ന് പോടാ. ഞാനല്ലെങ്കിലും അങ്ങോട്ട് പോകുക. അഞ്ജു, അഞ്ജു, എടി അഞ്ജലി, നീ എവിടാ? എന്താടി, എന്തിനെങ്ങനെ വിളിച്ചു കൂവുന്നത്? നീ എന്ത് ദിവസസ്വപ്നം കണ്ടോണ്ടിരിക്കുവാടി? എത്ര തവണ നിന്നെ കടന്ന് വിളിച്ചു, നീ ഒന്നും കേട്ടില്ലേ? സോറി ഡി, ഞാൻ കേട്ടില്ല നീ വിളിച്ചത്. ഞാൻ വിളിച്ചത് കേൾക്കണമെങ്കിലേ ആദ്യം നീ സ്വപ്ന ലോകത്തുനിന്ന് താഴെ ഇറങ്ങി വരണം. എന്നാലേ ചുറ്റുമുള്ളതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുള്ളൂ. അതിപ്പോ എന്തായാലും അവിടെ നിക്കട്ടെ. ജീവ വിളിച്ചിരുന്നു. നിന്റെ കാര്യം ദേവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ നിന്നെ വിളിക്കാതിരിക്കില്ല. പിന്നെ പുള്ളിക്കാരനും നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പറഞ്ഞത്. എന്തായാലും ഉടനെ തന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ശരിക്കും നീ പറയുന്നത് സത്യമാണോ ദിയ? അല്ല, കള്ളം. എന്റെ പൊന്നു പെണ്ണെ, അവൻ നിന്നെ വിളിച്ചോളും. നീ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ നിക്കാതെ. ദിയ, ദേവേട്ടൻ വേറെ എന്ത് കാര്യ പറഞ്ഞത്? പറയടി. ഓ, ദേവയുടെ കാര്യം എന്തൊരു ശുഷ്കാന്തി. പെണ്ണിന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഇത്തിരി മുന്നേ കരഞ്ഞു കുത്തി ഒരു മൂലക്കിരുന്ന പെണ്ണ ഇപ്പൊ കണ്ടില്ലേ തുള്ളിച്ചാടി നടക്കുന്നത്. ഏതോ ഒരു വലിയ കമ്പനിയിലെ ആയിട്ടുള്ള പ്രോജക്റ്റ് വർക്കോ അങ്ങനെ എന്തൊക്കെയോ തിരക്കായതുകൊണ്ടാ നിന്നെ വിളിക്കാൻ പറ്റാത്തന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ. എന്തായാലും നിന്നെ വിളിക്കും, അതുറപ്പാ. സമാധാനം ആയോന്നോ? ഞാൻ ശരിക്കും ഹാപ്പിയാണിപ്പോ. എനിക്കൊരു സ്വർഗം കൈ കിട്ടിയ ഫീലാ. നീ ശരിക്കും ഹാപ്പി ആണെന്നുള്ളത് നിന്റെ മുഖത്ത് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയെങ്കിലും ഈ പട്ടിണി സമരം ഒന്ന് അവസാനിപ്പിക്കാവോ? എന്നിട്ട് താഴേക്ക് വന്ന് ഫുഡ് കഴിക്കാനുള്ള വഴി നോക്ക്. ഇല്ലേ ജാനകി മാഡം ഇങ്ങ് കേറി വരും. അയ്യോ വേണ്ട, അമ്മ എങ്ങാനും ഇങ്ങോട്ട് കയറി വന്ന എനിക്ക് നല്ലത് കിട്ടും. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വന്നേക്കാം. എന്നാ നിനക്ക് കൊള്ളാം. വീണ, നിനക്ക് വയറ് നിറച്ച് കിട്ടിയല്ലേ? ആടാ, ഇന്നത്തേക്കുള്ളത് എന്തായാലും കിട്ടി. എന്ത് മുരടനാണോ എന്തോ ഇയാള് കെട്ടുന്ന പെണ്ണിന്റെ കാര്യം കഷ്ടം. എന്തായാലും ഇയാൾക്ക് പറ്റിയ ഒരു ഐറ്റത്തിനെ തന്നെയായിരിക്കും ദൈവം കരുതി വെച്ചിട്ടുണ്ടാവുക. ഇയാളെ ഇന്ന വരപ്പിക്കുന്ന ഒരു പെണ്ണിനെ തന്നെ കിട്ടും, നോക്കിക്കോ. എടിയടി, നിനക്ക് ദേഷ്യം ഉണ്ടെന്ന് കരുതി പാവ സാറിന് എങ്ങനെ പ്രാകാതെ. ഒന്നുമില്ലെങ്കിലും നമ്മൾ അയാളുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്നുള്ള ഓർമ്മ നിനക്ക് വേണം. അല്ലേലും നിനക്ക് അയാളോട് സിമ്പതി കുറച്ച് കൂടുതലാ. ഒന്നുമില്ലെങ്കിലും നീ അങ്ങേരുടെ ബെസ്റ്റ് എംപ്ലോയി അല്ലേ. അതുകൊണ്ട് അങ്ങേരോട് കുറച്ച് സിമ്പതി കൂടുതലാകുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഹലോ വീണ, എന്തായാലും തന്റെ പ്രാക്ക് കേൾക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാ. ഈ ലോകത്ത് അവൻ ആരോടെങ്കിലും കുറച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ മുന്നിൽ മാത്രം, അവന്റെ പെണ്ണിന്റെ മുന്നിൽ. അയ്യോ ജീവ സാറ്, അത് പിന്നെ സോറി. മതി മതി, കിടന്ന് തപ്പി തടയാൻ നിക്കണ്ട. താഴെ തട്ടി വീഴും. ഞാനെല്ലാം കേട്ടു. ഞാനായിട്ട് ഇത് അവന്റെ ചെവിയിൽ എത്തിക്കുന്നില്ല. ബട്ട് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. അവനെങ്ങാനും കേട്ടാലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളോട്. ഓക്കെ സർ, ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല. ശരി.
എന്തായാലും നിങ്ങളുടെ വർക്കൊക്കെ നടക്കട്ടെ. രക്ഷപ്പെട്ടു. ഞാൻ കരുതി ഇപ്പൊ തന്നെ പണി കിട്ടിയെന്ന. ജീവസാറായതുകൊണ്ട് അത് വിട്ടു. അതെ, ഒരു നൂലിഴയ്ക്കാ രക്ഷപ്പെട്ടത്. ഇനി എന്ത് പറയുമ്പോഴും സൂക്ഷിച്ചേ സംസാരിക്കാൻ പാടുള്ളൂ. എന്തായാലും ഞാൻ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ രാവിലെ കേട്ടതിന്റെ ബാക്കി ഇനി കേൾക്കേണ്ടി വരും. അതാ നിനക്ക് നല്ലത്. അഞ്ജു, നീയൊട്ടും ഓക്കെ അല്ലല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ലടി, ഞാൻ ഓക്കെയാണ്. നിനക്ക് വെറുതെ തോന്നുന്നതാ. ദേ അഞ്ജു, എന്നോട് നീ കള്ളം പറയാൻ നിൽക്കണ്ട. ഇതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേവ നിന്നെ വിളിക്കാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കുറെ ദിവസമായി അവൻ നിന്നെ വിളിക്കാതിരിക്കുന്നത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ജീവയോട് ഞാൻ പറഞ്ഞതാ, എന്നാലും ഞാൻ ഇന്നും കൂടെ ഒന്ന് പറയാം. എന്തിന്? അതിന്റെ ആവശ്യമില്ല. ദേവേട്ടന് എന്നോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണെങ്കിലും എന്നോട് സംസാരിക്കുമായിരുന്നു. ഇതിനു മുൻപും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. സോ എനിക്കിപ്പോ ശീലമായി ഇതൊക്കെ. അഞ്ജു, എനിക്ക് നിന്റെ സങ്കടം മനസ്സിലാവുന്നുണ്ട്. ദേവ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ദേവയ്ക്ക് ആവശ്യത്തിന് ഫ്രീ ടൈം ഒക്കെ കിട്ടാറുള്ളതാ. പക്ഷെ എന്തുകൊണ്ടാ നിന്നെ വിളിക്കാത്തതും സംസാരിക്കാത്തതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ദേവേട്ടൻ സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കണമെന്ന് പറയുമ്പോൾ തീരെ ഇൻട്രസ്റ്റിംഗ് ഇല്ല. മേ ബി എന്നോട് സംസാരിക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതൊക്കെ നിന്റെ തോന്നല. ചിലപ്പോ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇത്തിരി സമയം ഫ്രീ ആയിരിക്കുമ്പോഴായിരിക്കും കോൾ എടുക്കുന്നത്. നീ വിളിക്കുന്ന ടൈം ചിലപ്പോ ഓക്കെ അല്ലായിരിക്കാം, അതുകൊണ്ടാവാം. നമുക്കറിയില്ലല്ലോ അവിടെ എന്തൊക്കെയാ തിരക്കുള്ളതെന്ന്. അതെ, നിങ്ങൾ വിളിക്കുമ്പോൾ ദേവേട്ടൻ എപ്പോഴും ഫ്രീയാ. ഞാൻ വിളിക്കുമ്പോൾ ദേവേട്ടന് പെട്ടെന്ന് തിരക്ക് വരും. സാരമില്ല, നീ പറയുന്ന പോലെ നമുക്കറിയില്ലല്ലോ അവിടെ എന്തൊക്കെ തിരക്കാ ഉള്ളതെന്ന്. അഞ്ജു, ദിയ പ്ലീസ്, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ തോന്നില്ല. എനിക്ക് കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. പ്ലീസ്, ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കാം. ഓക്കെ, ഞാനെന്നാ പോവാ. ഹലോ ദിയ, എന്താ ഇപ്പൊ വിളിച്ചേ? അതെന്താ, എനിക്ക് ഇപ്പൊ വിളിക്കാൻ പാടില്ലേ? നിന്നെ ഞാൻ വിളിക്കുന്നതിന് സമയം കാലമൊക്കെ നോക്കണോ? ഏയ് അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്ത് വേണം? ഇവിടെ ഒരുത്തി ശോകം അടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു താഴ്ന്ന് നടക്കുക. അതൊന്നും അവിടെ ഉള്ള ഒരുത്തിന് അറിയണ്ടല്ലോ. ബാക്കിയുള്ളവനത് കണ്ട് പ്രാന്ത് പിടിക്കുക. ശോകം അടിച്ച് നടക്കുന്നോ? എന്തിന്? എന്താ കാരണമെന്ന് അവിടെ ഒരുത്തനുണ്ടല്ലോ, അവനോട് പോയി ചോദിക്ക്. അവൻ പറഞ്ഞു തരും അതിന്റെ റീസൺ എന്താണെന്ന്. അവൻ എത്ര മാസമായെന്നറിയോ അവളൊന്ന് ഫോൺ ചെയ്തിട്ട്. ഇതിന് മാത്രം എന്ത് തിരക്കാ അവനുള്ളത്? ഇതേ കമ്പനി തന്നെയല്ലേ നീയും വർക്ക് ചെയ്യുന്നത്? എന്നിട്ട് നിനക്ക് എന്നെ ഫോൺ ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ടല്ലോ. രണ്ടുപേരും ഏകദേശം ഒരേ പോസ്റ്റിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. പിന്നെ നിനക്ക് മാത്രം എങ്ങനെയാടാ സമയം കിട്ടുന്ന എന്നെ വിളിക്കാൻ? അവൻ ഒട്ടും സമയമില്ലാത്ത പോലെയാണല്ലോ അവൻ ഈ കാണിച്ചു കൂട്ടുന്നത്. ഞങ്ങളൊക്കെ വിളിക്കുമ്പോ അവന് ഞങ്ങളോട് സംസാരിക്കാൻ നല്ല ടൈം കിട്ടാറുണ്ട്. എന്നാൽ അഞ്ജലി വിളിക്കുമ്പോ മാത്രം അവൻ ഫോൺ എടുക്കത്തുമില്ല, സംസാരിക്കയില്ല. എന്താ അവന്റെ പ്രശ്നം ശരിക്കും? സംസാരിക്കാറില്ലെന്നോ? അപ്പൊ പിന്നെ അവൻ ഇതാരോടാ ഈ സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കുമ്പോ അവൻ പറയുന്നത് അഞ്ജലിയോടാണെന്നാണല്ലോ. എല്ലാ ദിവസവും അവൻ കോൾ ചെയ്യാറുണ്ട്. മിക്കപ്പോഴും ഫോണിൽ തന്നെയാണ്. ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് അഞ്ജലിയെ വിളിക്കാന്നാ. ദേ, നീ ചുമ്മാ പ്രാങ്ക് ചെയ്യാൻ നിൽക്കരുത്. ഈ കാര്യം പറഞ്ഞ് പ്രാങ്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അഞ്ജലിയെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടാവും. എത്ര മാസമെന്നറിയാമോ അവളൊന്ന് വിളിച്ചിട്ട്? അവൾ ആകെ വിഷമത്തില. അവന്റെ സൗണ്ട് ഒന്ന് കേൾക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? പോട്ടെ, അവന് മെസ്സേജ് എങ്കിലും അയക്കാലോ. അവൻ അതും ചെയ്യുന്നില്ല. അവൾ ആകെ വിഷമിച്ചിരിക്കോ. എന്ത് പറഞ്ഞാ ഞാൻ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല. സത്യമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇവൻ എന്നോട് പറഞ്ഞത് അഞ്ജലിയെ കോണ്ടാക്ട് ചെയ്യുന്ന. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അവനോട് ചോദിക്കുമായിരുന്നു. ഇതിപ്പോ ഇത്രത്തോളം. എന്തായാലും ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്തോ ഒരു കള്ളത്തരമുണ്ട്. അവൻ അഞ്ജലി എന്നും പറഞ്ഞിട്ട് ഈ വിളിക്കുന്നത് ആരെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഈ അഞ്ജലി എന്ന് പറഞ്ഞ് ഇവൻ ആരെയാ വിളിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം.
ശരി, നീ എന്തായാലും അവനോട് പോയി ചോദിക്ക്. ഞാൻ വയ്ക്കുക. എനിക്ക് ഇനിയും സംസാരിച്ച ഭ്രാന്താവും ചിലപ്പോ. ശരി. ദേവാ, എന്താടാ എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നത്? മനുഷ്യനാണെങ്കിൽ പേടിച്ചു പോയി. എന്താ നീ ഇതാരോടാ ഫോണിൽ സംസാരിക്കുന്നത്? അത് എന്റെ ഒരു പഴയ ഫ്രണ്ട്. അതേതാ? ഞാനറിയാത്തൊരു ഫ്രണ്ട് നിനക്ക്? അതൊരു ഫ്രണ്ട്. എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിനക്ക് അറിയണമെന്നുണ്ടോ? അത് ശരിയാ, എനിക്ക് നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും അറിയണമെന്നില്ല. അതൊക്കെ പോട്ടെ, നീ അഞ്ജലിയെ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു ഇന്നലെ. ഇന്നെനിക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല. എന്ത് പറയാനാ, പഴയ പോലെ പതിവ് കാര്യങ്ങൾ തന്നെയാ. ദേവേട്ടനെ മിസ് ചെയ്യുന്നു, കാണാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ കൊറേ പറഞ്ഞു. ഓ, അങ്ങനെ കൊറേ പറഞ്ഞല്ലേ? നിർത്തിക്കോ നിന്നിന്റെ നാടകം. നീ ആരെ ഈ ഫോൺ വിളിക്കുന്നത്? ഞാൻ ഇന്ന് അറിയുന്നത് സത്യങ്ങളെല്ലാം. അഞ്ജലിയോട് നീ സംസാരിച്ചിട്ട് മാസം കൊറേ ആയിന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ജീവ, ഇത് ഓഫീസാണ്. നീ ശബ്ദം താഴ്ത്തി സംസാരിക്കേ, എല്ലാവരും ശ്രദ്ധിക്കും. ആര് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ നീത്താ. നീ ഇതാരെ ഫോൺ ചെയ്യുന്നത്? എന്നോട് എന്തിനാ നീ കള്ളം പറഞ്ഞത്? അഞ്ജലിയാണ് ഫോൺ ചെയ്യുന്നതെന്ന് എന്തിനാ നീ എന്നോട് പറഞ്ഞതെന്ന് എന്നോട് പറയേ. ഓ ഷിറ്റ്, ശരിയാ, ഞാൻ കള്ളം പറഞ്ഞു. അഞ്ജലിയാണ് ഫോൺ ചെയ്യുന്നത്. ഞാൻ കള്ളം പറഞ്ഞത് സത്യം തന്നെയാ. പ്രശ്നം തീർന്നില്ലേ? അഞ്ജലി നീ എല്ലാവരും എന്തിനാ എന്നോട് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നത് തന്നെ? ഓ, അഞ്ജു ഇപ്പൊ നിനക്ക് ഇറിറ്റേറ്റിംഗ് ആയല്ലേ? അഞ്ജു ഇത്ര ഇറിറ്റേറ്റിംഗ് ആവാൻ അവള് നിന്നെ എന്ത് ചെയ്തിട്ടാടാ? വീട്ടിൽ വെച്ച് നീ അവളുടെ പിന്നാലെ ആയിരുന്നല്ലോ. കൊറേ മോഹന വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോ വലിയ CEO പോസ്റ്റിലൊക്കെ ആയപ്പോ നീ അവളെ അങ്ങ് മറന്നോ? ശരിയാ, നാട്ടിൽ വെച്ച് ഞാൻ അഞ്ജലിയുടെ പിന്നാലെ തന്നെ ആയിരുന്നു. പക്ഷെ എന്റെ കരിയർ മാറി തുടങ്ങിയത് ഞാൻ അബ്രോഡ് വന്നതിന് ശേഷം. ഞാൻ കഷ്ടപ്പെട്ട് ഈ കമ്പനി ഞാൻ വളർത്തിയെടുത്തു. ഒരു CEO പോസ്റ്റിൽ ഞാൻ എത്തി. എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയി. സോ എപ്പോഴും എല്ലാവർക്കും കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റണമെന്നുണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് ചൂസ് ചെയ്യുന്നു. അതിന് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? ദേവാ, നിന്റെ അടുത്ത് നിന്ന് ഞാൻ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇത്ര അഹങ്കാരം നിനക്ക് പാടില്ല. പാവം പെങ്കൊച്ച് നിന്നെ വിശ്വസിച്ച് അവിടെ കുരഞ്ഞു തേങ്ങിയിരിക്കുക. എങ്ങനെ മനസ്സ് വരുന്നടാ നിനക്ക് ഇങ്ങനെ ചതിക്കാൻ? ജീവ, സ്റ്റോപ്പ് ഇറ്റ്. ഈ സോഫ്റ്റ് കോർണർ ഒന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നീ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കേ. വെറുതെ അഞ്ജലിയുടെ പേരും പറഞ്ഞ് നമ്മളെ തമ്മിൽ വഴക്കിടണ്ട. അതെ, അഞ്ജലിയുടെ പേരും പറഞ്ഞ് നിന്നോട് ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും വരുന്നില്ല. മതി, നിർത്തി. നിന്റെ ഈ കമ്പനിയിലെ സേവനം എനിക്കിനി വേണ്ട. ജീവ, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ നീ എന്താ പറയുന്നെന്ന്? ചുമ്മാ അവളുടെ പേരും പറഞ്ഞ് എന്തിനാ നീ വഴക്കുണ്ടാക്കുന്നത് എന്നോട്? ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ബോധം ഇല്ലാത്തത് നിനക്കാ. നീയാ നിലം മറന്ന് പെരുമാറുന്നത്. വളരെ മോശമായിപ്പോയി ദേവാ. ആ പാവത്തിന് നീ എന്തിനാടാ മോഹങ്ങൾ കൊടുത്തത്? എന്തിനാ പ്രതീക്ഷകൾ കൊടുത്തത്? ഇങ്ങനെ പറ്റിക്കാനായിരുന്നെങ്കിൽ വേണ്ടായിരുന്നു. സി ജീവ, ലൈഫാണ്. ലൈഫിൽ പല മാറ്റങ്ങളും ഉണ്ടായെന്ന് വരാം. നമുക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അത് മറ്റൊരാൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കണം. എന്നാലേ നമുക്ക് പല സിറ്റുവേഷൻസും ഫേസ് ചെയ്യാൻ പറ്റൂ ലൈഫില്. അതെ, ലൈഫിലെ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാൻ നിന്നെ പോലെ അല്ല എല്ലാ മനുഷ്യരും. നീ ഓന്തിന്റെ ജന്മ. അവസരം കിട്ടുമ്പോ അതിനനുസരിച്ച് നിറം മറന്ന ഓന്ത്. ജീവ, യു ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിന്നെയും വലിച്ചഴിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാൻ നിന്റെ ലിമിറ്റ്സിന് ആപ്റ്റ് അല്ല. സോ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. റിസൈൻ ലെറ്റർ ഞാൻ വൈകാതെ തന്നെ മെയിൽ ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇന്ന് തന്നെ ഫ്ലൈറ്റ് കയറുക നാട്ടിലേക്ക്. നാട്ടിലും നമുക്ക് വേറെ കമ്പനീസ് ഉണ്ടല്ലോ, ഞാൻ അവിടെ വർക്ക് ചെയ്തോളാം. ഓ, അപ്പൊ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് അല്ലേ? നിന്നോട് സംസാരിക്കുന്നതിനും തൊട്ടു മുന്നേ വരെ ഞാനിതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ നിന്നോട് സംസാരിച്ച ടൈം മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇനിയും നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ എനിക്ക് നിന്നെ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഹലോ ഹലോ അച്ഛാ, കേൾക്കുന്നുണ്ടോ? എന്താ? അല്ല, എന്തിനാ പെട്ടെന്ന് നാട്ടിലേക്ക്? ഓക്കെ,
ശരി, ഞങ്ങള് ഇന്ന് തന്നെ കയറാം. ജീവ, ഒരു മിനിറ്റ്. നീ പറഞ്ഞിട്ടാണോ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും നാട്ടിലേക്ക് വിളിക്കുന്നത്? ഒരാളെ കൊണ്ട് പറയിച്ച് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓൾറെഡി ഞാൻ റിസൈൻ ലെറ്റർ തന്നതാണ് എനിക്ക് പോകാൻ വേണ്ടി. പിന്നെ ഇതിനെ പറ്റി എനിക്ക് മറ്റൊന്നും അറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നിന്റെ ഒപ്പം ഇന്ന് ഞാനും വരുന്നുണ്ട് നാട്ടിലേക്ക്. നിനക്ക് പോവുകയോ വരികയോ എന്താന്ന് വെച്ച് ചെയ്യാം. അത് എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദേ വിളിക്കുന്നു നിന്റെ അഞ്ജലി. കോൾ എടുത്ത് സംസാരിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റർബ് ആകുന്നില്ല. ഹലോ, സോറി, എനിക്ക് കോൾ എടുക്കാൻ പെട്ടെന്ന് പറ്റിയില്ല. ഞാൻ കുറച്ച് തിരക്കായി പോയി. പിന്നെ ഞാനിന്ന് നൈറ്റ് നാട്ടിലേക്ക് പോവാ. തന്നെ വന്ന് കാണാൻ എനിക്ക് പറ്റില്ല. അത്യാവശ്യമായിട്ട് നാട്ടിലെത്തിയേ പറ്റൂന്ന അച്ഛൻ പറഞ്ഞത്. എന്താ കാര്യം എന്നറിയില്ല. എനിക്ക് പോണം. ഞാൻ പോയിട്ട് വന്നിട്ട് നിന്നെ മീറ്റ് ചെയ്യാം. വാട്ട്? നാട്ടിലേക്കോ? ഞാനും വരുന്നു ദേവാ. എന്തായാലും എനിക്കും തന്റെ നാടും വീടും ഒക്കെ കാണണം. എല്ലാവരെയും കാണണം. സോ ഞാനും വരുന്നു തന്റെ കൂടെ. എടോ, ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക്. തന്നെ ഇപ്പൊ കൊണ്ടുപോയാൽ ശരിയാകില്ല. ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോ തന്നെ ഉറപ്പായിട്ടും കൊണ്ടുപോവാ. അതെന്താ ഇപ്പൊ പോയാല്? എന്തായാലും ഞാൻ അങ്ങോട്ട് തന്നെ വരാനുള്ളതല്ലേ ദേവാ. Then why? താൻ ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എയർപോർട്ടിലുണ്ടാവും. ഓക്കെ, ബൈ. എടോ പക്കൽ വച്ചു. എന്തെങ്കിലും ആകട്ടെ. മോളെ അഞ്ജു, മോൾ ഇവിടെ വന്നിരിക്കുവാണോ? ഇവിടെ എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? താഴേക്കൊന്നും കണ്ടില്ലല്ലോ മോളെ. ഞാനിവിടെ വെറുതെ വന്നിരുന്നതാ ജാനുമ്മ. ആണോ? എന്നാ എന്റെ മോള് വെറുതെ ഇരിക്കണ്ട. എന്റെ കൂടെ വന്നേ, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നാളെ രാവിലത്തേക്ക് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. നാളെ എന്ത് പ്രത്യേകതയമ്മേ? അപ്പൊ മോളൊന്നും അറിഞ്ഞില്ലേ? ജീവയും ദേവിയും നാളെ രാവിലെ ഇവിടെ എത്തും. ശരിക്കും അവര് വരുന്നുണ്ടോ? അമ്മ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലോ. ഞാൻ എന്തിനാ കുട്ടി നിന്നെ പറ്റിക്കുന്നേ? ശരിക്കും അവര് വരുന്നുണ്ട്. ശരിക്കും അവര് വരുന്നുണ്ടോ? ദൈവമേ, ഞാൻ സ്വപ്നമൊന്നുമല്ലല്ലോ കാണുന്നത്. എന്റെ ഈശ്വര, ഞാനിത് എന്താ കാണുന്നത്? ഒടിഞ്ഞു കുത്തി ഒരു മൂലക്കിരുന്ന പെൺകൊച്ച അവര് വരുന്നു പറഞ്ഞപ്പോ തുള്ളിച്ചാടുന്നു. ഈ തുള്ളിച്ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് നീ വാ, ഞാൻ പോവാ. പിന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവാതിരിക്കോ? ഐ ആം സോ ഹാപ്പി. ഞാൻ എന്തായാലും ഇച്ചിരി കഴിഞ്ഞിട്ട് താഴേക്ക് വരാം. ഗമരി മഗരി സനി രെ സ പമഗ മത മഗരി സനി രെ സ ഗമ സനി സ ധനി മദ ഗമരി ഗ സ നി സ ധ നി സ നി സ മ. മോളെ അഞ്ജു ഇവിടെ? അഞ്ജു മോളെ രാവിലെ മുതലേ കാണാനില്ലല്ലോ. എങ്ങോട്ട് പോയി? അത് പറയാതിരിക്കാ ഭേദം. ഇന്ന് എന്താന്നറിയില്ല, നേരത്തെ ഉറക്കൊഴിച്ച് കുളിച്ച് അമ്പലത്തിൽ തൊഴാൻ പോയേക്കുവാ. പറഞ്ഞു തീർന്നില്ല, ദേ വന്നല്ലോ ആള്. എന്താണ് എന്നെ പറ്റി ഒരു ഡിസ്കസ്? ഇവിടെ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മയോടത് പറയുമായിരുന്നു. ഡി പൂച്ചക്കുട്ടി, നീ കുറച്ച് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പാരപണിയ നീ പണ്ടേ ബെസ്റ്റാന്ന് എനിക്കറിയാം. പൂച്ചക്കുട്ടി നിന്റെ രണ്ട് ഇവിടെ കിടന്ന് തമ്മിലല്ലാതെ അവര് വന്നു എന്നാ തോന്നുന്നേ. നമുക്ക് താഴേക്ക് പോവാം. ഇതെന്താ ഈശ്വര, എന്റെ ചങ്ക് ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത്? ദേവേട്ടനെ കാണാനുള്ള വ്യഗ്രത കൂടുന്ന പോലെ തോന്നുന്നല്ലോ. ദൈവമേ, എനിക്ക് കരുത് നൽകണേ ഈശ്വര. കനവല യുവത ജില്ലന പട്ട കാതല യുവത സുല്ലു സുട്ട